അപ്പോൾ ന്യൂ ജനറേഷൻ താരങ്ങളുടെ സൂപ്പർ സ്റ്റാറായ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ ശബ്ദം കേൾക്കാം. ഉസ്താദ് ഹോട്ടലിൽ കാണാത്തായിട്ട് ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഞാനൊരു DK ഫാനാണ് കേട്ടോ. അപ്പൊ സൂപ്പറായിട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഉമ്മുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ജാതി വർത്താനം പറയൂല. ഉപ്പാന്റെ മോപത്ത് നിങ്ങളെ കച്ചവട കണിക്കിന്ന് ഇന്നൊന്ന് ഒഴിവാക്കി തരൂ ഉപ്പ. സൂപ്പർ. ബിന്ദു പണിക്കർ ശബ്ദം. ഓക്കെ, ബിന്ദു ചേച്ചിയുടെ ശബ്ദം. എന്താണ് എനിക്കൊരു കുറവ്? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഫസ്റ്റ് ആയിരുന്നു. റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റോൾക്കൊന്നും എന്നോട് സ്നേഹില്ലാലോ. ഇനി അടുത്തത് നാണിക്കള്ള രസികരാജ കോമഡി ഷോ എന്ന സൂര്യ ടിവിയിലെ പ്രോഗ്രാമിലൂടെ പവിത്ര ഒരു മകന്റെ ധർമ്മമാണ് അവന്റെ അച്ഛൻ്റെ കർമ്മക്രിയകൾ ചെയ്യാന്നുള്ളത്. പക്ഷേങ്കിലും മണപ്പള്ളി മാധവനും സർവോപരി നാറിയുമായ നിന്റെ തന്തയുടെ ചിതാഭസ്മം ഒഴിക്കാൻ ഈ നാണിത്തള്ള സമ്മതിക്കൂല. അടുത്തത് നമ്മുടെ ഫീമെയിൽ അല്ല, അതിനടുത്തത് നമ്മുടെ ക്രോണിക് ബാച്ചർ എന്ന സിനിമയില്ലേ, ആ സിനിമയിലെ കള്ളുകൂടിയന്റെ വേഷം ഇത് അനിയപ്പൻ ചേട്ടൻ. നീ ഇന്ന് പോവാൻ സമ്മതിക്കില്ലടാ കുറുപ്പം കെട്ടവനെ. മിരിയക്ക് പോവില്ലടാ, ഞാൻ ഇന്ന് തന്നെ പോവൂ. അടിക്കുമ്പോ മാറിക്കളയണാടാ പോർക്കെ. കുട്ടിയോട് അടിയിലിട്ടേക്കണ. കറക്റ്റ് ടോണാണ്, കറക്റ്റ് ടോൺ. വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ ശബ്ദം. കട്ടപ്പനയിലെ നമ്മുടെ ഋത്തിക് റോഷൻ. വിഷ്ണു ചേട്ടന്റെ ശബ്ദം. എടാ സഹിച്ചാടാ ഒരു കാര്യം പറഞ്ഞ ഞാനാണെങ്കിൽ ഏറ്റവും പോയിനെ. എന്നെ ദാരിദ്ര്യം പിടിച്ച പേരടാ. അതിൽ ഏറ്റവും കിടലനായിട്ടുള്ള ഒരു ഡയലോഗാണ്. അതെ അതെ. അടുത്തത് ആസിഫ് അലിയുടെ ശബ്ദം. ആസിഫ് അലിയാ. ന്യൂജൻസ് ഇങ്ങനെ ഇറങ്ങാണല്ലേ. പൈസയിലിട്ടോ ഇല്ല പോയി. അവളൊരു ഫ്രോഡ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആസിഫ് അലി ഉമ്മറും കൂടി മിക്സ് ആയി ഒരു അടിപൊളിയായിരുന്നു. ഇനി അടുത്തത് ഇത്രയാണ്. ചെറിയൊരു പാട്ട്, ഞാൻ എഴുതിയൊരു പാട്ടാണ്. ഇത്തിരി ശോകമാണ്. ഇത്തിരി ശോകമാണോ? അല്ല, അത് നൈസായിട്ട് തേപ്പ് കിട്ടിയതിന്റെ ആണോ? അതിന്റെ ഒരു പാട്ടാണ്. ഓക്കെ, എന്താണെങ്കിലും ഒരു വിരഹ ഗാനമാണ്. ഞാൻ തന്നെ ടൂൺ നാടൻ പാട്ടിന്റെ ടൂണാണ്. പാടി വന്നപ്പോ അങ്ങനെ. ഓക്കെ. എന്തിനാ പെണ്ണേ, എന്തിനാ പെണ്ണേ, അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ. അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ. അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നെന്തിനാ പെണ്ണെ നോക്കുന്നേ. കാലം കോറെ കഴിഞ്ഞു പിന്നെ കോലം കോറെ ഞാൻ കെട്ടിയിട്ടും അന്നൊന്നും നോക്കിയില്ല നീ, പിന്നിപ്പോൾ എന്തിനാ നോക്കുന്നേ. അന്നൊന്നും നോക്കാത്ത നോട്ടം നീ പിന്നിപ്പോഴെന്തിനാ നോക്കുന്നേ. വല്ല കാര്യം ഉണ്ടോ ചേച്ചി നോക്കിയിട്ട്? ഒരു കാര്യമില്ല. താങ്ക് യു. സൂപ്പർ.